വണ്ടർസ്കേപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദിലീപ്. ഞാൻ നിഷ. അപ്പോൾ നമ്മൾ ലണ്ടനിൽ തന്നെയാണ് ഉള്ളത്. സ്റ്റേഡിയം ടൂർസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ ആർസണലിൻ്റെ ചെയ്തു. ആ വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ തീർച്ചയായും കാണാം. കൂടാതെ ഞങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ലിവർപൂൾ, മാഞ്ചസ്റ്റർ സിറ്റി ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണുക. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സായ ചെൽസിയുടെ ഹോം ഗ്രൗണ്ട് സ്റ്റാംഫോർഡ് ബ്രിഡ്ജ്. അതെ, ഇന്ന് ചെൽസിയുടെ സ്റ്റേഡിയം ടൂറിനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഞങ്ങളെ ചാനലിൽ പല ട്രാവൽ വീഡിയോസും നേച്ചർ വീഡിയോസും അതുപോലെ സ്പോർട്സ് വീഡിയോസും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾക്കൊരു മോട്ടിവേഷനാണ് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും കമൻസും ഫീഡ്ബാക്കും ഒക്കെ. എന്തായാലും സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. Then once you've done that, just wait back outside. Okay, it's outside. ഇപ്പോൾ നമ്മൾ സ്റ്റേഡിയം ടൂറിന് വേണ്ടി സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ വന്നിരിക്കുകയാണ്. ടിക്കറ്റൊക്കെ കാണിച്ചു, എൻട്രി കിട്ടി. ഇവിടെ ചെറിയൊരു മെമ്മറബിലിയ ഉണ്ട് ഈ റിസപ്ഷൻ സെക്ഷനിൽ. പിന്നെ അപ്പുറത്ത് ചാമ്പ്യൻസ് ലീഗിൻ്റെ ട്രോഫി ഉണ്ട്, സൂപ്പർ കപ്പിൻ്റെ ട്രോഫി ഉണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കാം. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നമ്മളിനി ടൂറ് സ്റ്റാർട്ട് ചെയ്യാൻ പോയി. Liverpool. Moving swiftly along. നമ്മൾ ആദ്യം സ്റ്റേഡിയത്തിൽ നിന്ന് തന്നെയാണ് ആക്ച്വലി, അല്ലെങ്കിൽ ഗ്രൗണ്ടിൻ്റെ ഒരു വ്യൂയോട് കൂടിയാണ് ടൂർ തുടങ്ങിയത്. ഗ്രൗണ്ടിലെ പിച്ചിനെ കുറിച്ച് പറഞ്ഞു തന്നു, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞു തന്നു. ഈ റെയിലിങ്സ് ഒക്കെ ഇവിടെ ഇപ്പോഴത്തെ ന്യൂ എഡിഷൻ അത്രേ. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഗൈഡ് നമുക്ക് പറഞ്ഞു തന്നു. ഇനി ബാക്കി കാഴ്ചകൾ കാണാം. ഇത് പ്രസ് മെമ്പേഴ്സ് ഇരിക്കണ അല്ലെങ്കിൽ ജേർണലിസ്റ്റിന് ഇരിക്കാനുള്ള സ്ഥലമാണ്. മാച്ച് ഡേയുടെ അന്ന് ഇവിടെയാണ് വന്നിരിക്കുക. അവർക്ക് ഇവിടെ സ്ക്രീനുണ്ട്. അപ്പോൾ എന്തെങ്കിലും മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ റീപ്ലേ ആയിട്ട് കാണാം. അതിനനുസരിച്ച് അവർക്ക് ഇത് ചെയ്യാം. നമ്മളിപ്പോൾ പ്രസ് കോൺഫറൻസ് റൂമിലാണുള്ളത്. അതിൻ്റെ പ്രത്യേകതകളൊക്കെ അയാൾ പറഞ്ഞു തന്നു. പിന്നെ ഇവിടെ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. ടൂറിൽ നമ്മുടെ കൂടെ വന്ന ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മളെ ടേൺ വെയിറ്റ് ചെയ്യാണ്. അവേ ഡ്രസ്സിങ് റൂമാണ്. പ്രത്യേകിച്ച് ഡെക്കറേഷനൊന്നുമില്ല, ജസ്റ്റ് ജേഴ്സീസ് ഹാങ് ചെയ്യാനൊരു സ്ഥലം, ചെറിയൊരു ലോക്കർ, ഓപ്പൺ സ്പേസാണ്. പിന്നെ കുറേ ഫേമസ് പ്ലെയേഴ്സിൻ്റെ ജേഴ്സീസ് ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് അത് കാണുമ്പോൾ നമുക്ക്. ഇത് ഹോം ഡ്രസ്സിങ് റൂമാണ്. നല്ല സ്പേഷ്യസ്, കുറേ കൂടി സൗകര്യങ്ങളുണ്ട്. പിന്നെ മോട്ടിവേഷണൽ മെസ്സേജ് പോലെ പവർ, ഇൻറ്റൻസിറ്റി, ടുഗെദർ, ടീം, സാക്രിഫൈസ്, ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ എഴുതിയിട്ടുണ്ട്. ദിസ് ആർ ഹോം, ദ പ്രൈഡ് ഓഫ് ലണ്ടൻ. അങ്ങനെ പല മോട്ടിവേഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സും ഇവിടെ കാണാം നമുക്ക്. നല്ല തിരക്കാട്ടോ, നല്ല ഡിമാൻഡുള്ള ടൂറാണ്. ഇന്നത്തെ ഈ ടൂർ ആക്ച്വലി ദിവസത്തിലെ ലാസ്റ്റ് ടൂറാണ്. അപ്പോൾ അതിന് ഭയങ്കര തിരക്കാത്രേ. പക്ഷെ അത് കാരണം നല്ല രസമുണ്ട്. നമുക്ക് കുറേ കുട്ടികളുണ്ട്, നല്ല വിവരമാണ് കുട്ടികൾക്ക് ഫുട്ബോളിനെ കുറിച്ച്. അപ്പോൾ നല്ല എൻ്റർടൈനിങ് ടൂറാണ് ഇതുവരെ.
അപ്പോൾ റീസെൻറ്റ് ടൈംസിൽ വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ ക്ലബ്സാണ് ചെൽസി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവർ വിൻ ചെയ്ത ട്രോഫീസും ടൂർണമെൻറ്റ്സിൻ്റെ ഒരു വാൾ ഓഫ് ഓണർ ഇവിടെ വെച്ചിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗ്, പ്രീമിയർ ലീഗ്, യൂറോപ്പ ലീഗ്, വിന്നേഴ്സ് കപ്പ്, ലീഗ് കപ്പ്, സൂപ്പർ കപ്പ്, FA കപ്പ്, ഫസ്റ്റ് ഡിവിഷൻ എല്ലാം ഉണ്ട് ഇവിടെ. ഇത് കണ്ടോ, ഫസ്റ്റ് മേജർ ജയം 1955 ഫസ്റ്റ് ഡിവിഷൻ ജയിച്ചതാണ്. അത് കഴിഞ്ഞ് പിന്നെ 1970 കുറച്ചുണ്ടായേ. പിന്നെ മേജറായിട്ടുള്ളത് കുറേ 2000s ഇടയിൽ കുറച്ച് 1970s ഉണ്ട് കേട്ടോ. ബട്ട് മെയിനായിട്ട് പിന്നെ 2000s അവർ ജയിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ടണലിൻ്റെ അകത്തുനിന്ന് വരുന്നതും പിന്നെ ചെൽസിയും അവേ ടീം ഇരിക്കുന്ന സ്ഥലങ്ങളും? ടണൽ എക്സ്പീരിയൻസ് നന്നായിരുന്നു. ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവർ മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്തു. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നടന്ന് വന്ന് ഗ്രൗണ്ടിൻ്റെ കോർണറിൽ നമുക്ക് കാണാം നമ്മൾ നടന്ന് വരണേ സ്ക്രീനിൽ. അപ്പോൾ അത് നല്ല എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. അതാണ് ഒരു മേജർ ഡിഫറൻസ് ബാക്കിയുള്ള ഗ്രൗണ്ട്സ് എന്ന് തോന്നിയത്. ഹോം ഡഗ്ഔട്ടും അവേ ഡഗ്ഔട്ടും എനിക്ക് വലിയ വ്യത്യാസം തോന്നിയില്ല. ഇറ്റ്സ് ഓൾമോസ്റ്റ് സെയിം. തൊട്ടടുത്താണ്. വേണമെങ്കിൽ കൈ നീട്ടി അപ്പുറത്തെ ടീമിലെ ആളെ തൊടാം, അത്രയും അടുത്താണ്. വ്യൂ നല്ലതാണ്. പിന്നെ ടിക്കറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഗൈഡ്. 55 to 90 pounds സാധാരണ ടിക്കറ്റ് മെമ്പേഴ്സിന് ഒക്കെ ഉള്ളത്. പിന്നെ ഓഫ്കോഴ്സ് ഹോസ്പിറ്റാലിറ്റി ടിക്കറ്റ്സ് ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. അത് 200 pounds വരെ എല്ലായിടത്തും ഒക്കെ ചാർജ് വരും. പിന്നെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ഭയങ്കര ഡിമാൻഡാണ് ടിക്കറ്റ്സിന്. കുറേ വെയിറ്റിംഗ് ലിസ്റ്റ്, ഈവൻ മെമ്പർഷിപ്പിന് തന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞതുകൊണ്ട്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അയാൾ പറഞ്ഞു. വാൾസിലെ ഫുൾ പ്ലെയേഴ്സും അവരുടെ ഡീറ്റെയിൽസും, എത്ര അപ്പിയറൻസ് ഉണ്ടായി, ഡെബ്യൂ എപ്പോഴായിരുന്നു, ഏത് കൺട്രി, അങ്ങനെ ഡീറ്റെയിൽസ് ഉണ്ട്. സ്നാപ്ഷോട്ട് അർജുൻ റോബൻ. ഇപ്പോൾ നമ്മൾ മ്യൂസിയത്തിൽ കയറുമ്പോൾ തന്നെ ചാമ്പ്യൻസ് ലീഗ് മാച്ചിൻ്റെ ഡീറ്റെയിൽസ്, അവർ വിന്ന് ചെയ്ത മാച്ച് ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ ടീമിൻ്റെ ജേഴ്സി ഫുൾ ഇട്ടിട്ടുണ്ട്, ബോൾ അന്ന് യൂസ് ചെയ്ത ജേഴ്സി, പിന്നെ ഫ്ലാഗ്സ്, അങ്ങനെയുള്ള എല്ലാതും ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പഴയ കളികളുടെ ഡീറ്റെയിൽസ് അതൊക്കെ കാണാം. പ്ലെയേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, എത്ര ഗെയിംസ് പ്ലേ ചെയ്തു, എത്ര ഗോൾ സ്കോർ ചെയ്തു. ഓഫ് കോഴ്സ് ജേഴ്സീസ് ഉണ്ട്, സൈൻ ജേഴ്സീസ്. മ്യൂസിയത്തിൽ ചെൽസി ക്ലബിൻ്റെ തുടക്കത്തിനെ കുറിച്ചുള്ള മുഴുവൻ ഹിസ്റ്ററി ഉണ്ട്. നമുക്കവിടെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ വായിക്കാം, കാണാം. ഇവർ രണ്ടാൾക്കാരെ ഇതുണ്ടാക്കി വെച്ചിരിക്കുന്നത്, അവർ ബ്രദേഴ്സാണ്. ഇവരാണ് ക്ലബ്ബ് തുടങ്ങിയത്. അവർക്ക് ആക്ച്വലി അത് ഫുലം ക്ലബ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടായിരുന്നത്, കാരണം ഇത് ഫുലമിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഫുലമിന് ഓൾറെഡി വേറെ ക്ലബ്ബുള്ള കാരണം അങ്ങനെ പേരുള്ളത് നടന്നില്ല. പിന്നെ അവരെന്താ ചെയ്തെന്ന് വെച്ചാൽ തൊട്ടടുത്തുള്ള ബറോ ആയ ചെൽസിയുടെ പേര് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് ഫോം ആയത്. ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ സ്റ്റേഡിയം ഉണ്ടായിരുന്നു, പക്ഷേ ടീമില്ല. അപ്പോൾ ഇതൊരു ഫ്യൂച്ചർ സ്റ്റേഡിയത്തിൻ്റെ മോഡലാണെന്നാണ് ഇവിടുത്തെ ഈ ഗൈഡ് പറഞ്ഞത്. ഇങ്ങനെയാവും അത്രേ ഫ്യൂച്ചറിൽ. മോഡിഫിക്കേഷനുള്ള പരിപാടികളൊക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്ലാൻ നമുക്കിവിടെ ഇങ്ങനെ കാണാം. ട്രോഫി റൂമാണ്. ഒബ്വിയസ്ലി ട്രോഫികളാണ് നിറച്ചും. പ്രീമിയർ ലീഗ് കപ്പ്, പിന്നെ കമ്മ്യൂണിറ്റി ഷീൽഡ്, FA കപ്സ്, അങ്ങനത്തെ എല്ലാ മേജർ കപ്സും ഇവർ ജയിച്ചത് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിൽ വിമൻസ് ടീമും യൂത്ത് ടീമും ജയിച്ച
ട്രോഫീസാണ്. അതും കുറേ ഉണ്ട് കേട്ടോ. നല്ല സ്ട്രോങ് ടീമാണ് അവരുടെ വുമൻ ടീം. ഇവിടെ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൻ്റെ ആദ്യത്തെ ഒരു മോഡലുണ്ട്. അത് സ്റ്റാൻഡിങ് സ്റ്റേഡിയം ആയിരുന്നു. നമുക്ക് കാണാം ബെയർ മിനിമം ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഫ്ലഡ് ലൈറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഇംഗ്ലണ്ടിലെ ഫസ്റ്റ് സ്റ്റേഡിയം ടു ഹാവ് ഫ്ലഡ് ലൈറ്റ്സ്. പിന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ചേഞ്ച് ആയപ്പോൾ അവർക്ക് സ്റ്റാൻഡിങ് മാറ്റി സിറ്റിംഗ് ഉണ്ടാക്കേണ്ടി വന്നപ്പോൾ മോഡിഫിക്കേഷൻ നടത്തിയിട്ടാണ് ഇന്നത്തെ രീതിയിൽ ഈ സ്റ്റേഡിയം. നമുക്ക് അതിൻ്റെ മോഡൽ ഇവിടെ കാണാം. അപ്പോൾ തുടക്കം മുതൽ ആ ബ്രദേഴ്സിൻ്റെ ഫാമിലിയിൽ തന്നെയായിരുന്നു ഈ ക്ലബ്ബ്. പക്ഷേ ഒരു 80s ഒക്കെ ആയപ്പോഴേക്കും അവർക്ക് മോഡിഫിക്കേഷനും അതൊക്കെ കാരണം കുറേ സാമ്പത്തിക ബാധ്യതകൾ വന്ന് ക്ലബ്ബ് വിൽക്കേണ്ട ഒരവസ്ഥയായി. അപ്പോൾ ടോം ബേറ്റ്സ് എന്ന് പറഞ്ഞ ഒരാൾ £1 ക്ലബ്ബ് വാങ്ങാണ് ഉണ്ടായത്. പിന്നെ അയാൾ കുറേ പൈസ ഇറക്കി കുറേ മോഡിഫിക്കേഷൻ ഇതാക്കി കൊണ്ട് നടത്തി. പിന്നെ അഗെയിൻ 2000s വീണ്ടും അയാൾക്കും സാമ്പത്തിക പ്രശ്നം വന്നപ്പോൾ റഷ്യയിലെ അബ്രഹാമോവിച്ചാണ് ഇതെടുത്ത് ഇപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ ഓണർ. പിന്നെ ഇപ്പോൾ നമുക്കറിയാം ചെൽസി എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ക്ലബ്സാണ്, പോപ്പുലറാണ്, നമുക്കൊക്കെ പ്രിയപ്പെട്ട ക്ലബ്സാണ്. അപ്പോൾ ഇറ്റ് ഓൾ സ്റ്റാർട്ടഡ് ഹിയർ. അപ്പോൾ ഞങ്ങളിങ്ങനെ ചെൽസി സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് സ്റ്റേഡിയത്തിൻ്റെ ഇങ്ങനെ 4 ഭാഗത്തു കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെ കാണുകയാണ്. അപ്പോഴാണ് കണ്ടത് ഷെഡ് എൻഡ്. നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ അകത്ത് പോയപ്പോഴും നമ്മളെ ഗൈഡ് അതിനെ പറ്റി പറഞ്ഞിരുന്നു. ഇത് വൺ ഓഫ് ദ മോസ്റ്റ് ഐക്കോണിക് സ്റ്റാൻഡാന്ന് വേണമെങ്കിൽ പറയാം. വായിച്ചത് മനസ്സിലായത് 1960s 70s ചെൽസിയുടെ ഏറ്റവും വോസിഫറസ്, ഏറ്റവും ഒച്ചയും ബഹളവും കൂട്ടുന്ന സപ്പോർട്ടേഴ്സും ഫാൻസും ഇരുന്നിരുന്ന സ്ഥലമാണ്. ഷെഡ് എൻ്റെ പേര് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഷെഡ് എന്നുള്ള വാക്കാണ്. നമ്മൾ ഇംഗ്ലീഷിലാണല്ലോ ഷെഡ്. അപ്പോൾ പണ്ട് കാലത്ത് ഈ സ്റ്റേഡിയത്തിൻ്റെ ഒരു ഭാഗത്ത് ഷെഡ് പോലെ ഉണ്ടാക്കിയിരുന്നു അത്രേ. ബുക്ക് മേക്കേഴ്സാണ് അവിടെ ഇരുന്നായിരുന്നത്. അപ്പോൾ മഴ പെയ്യുമ്പോൾ അവിടെ പേപ്പറും ബുക്കിലൊന്നും വെള്ളമാവാണ്ടിരിക്കാൻ വേണ്ടി ഷെഡ് പോലെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ആ പേരാണ് ഷെഡ് എന്ന് വന്നത്. അത് ഇന്നിപ്പോൾ ഒരു ഭയങ്കര ഐക്കോണിക് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡും കൂടിയാണ്. നേരത്തെ പറഞ്ഞില്ലേ ഷെഡ് എൻഡ്, അതിൻ്റെ പേര് കിട്ടാൻ കാരണം ഉണ്ടായ ഒരു വാളാണ് ഷെഡ് വാൾ എന്ന് പറഞ്ഞിട്ട്. ഇത് 1877 ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്രൗണ്ടിൻ്റെ റിമെയിൻസ് ആണ് കേട്ടോ. പണ്ട് ഒരു അത്ലറ്റിക് സ്റ്റേഡിയം ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കൺവേർട്ട് ചെയ്ത് ഫുട്ബോൾ സ്റ്റേഡിയമായി യൂസ് ചെയ്യാണ് ഉണ്ടായത് പിന്നെ 1905. അപ്പോൾ അതിൻ്റെ റിമെയിൻസ് അന്ന് കാലത്തുള്ള ഒരു ഇതാണ്. ഈ ഷെഡ് വാളിൽ ആക്ച്വലി പ്ലെയേഴ്സിൻ്റെ ഡീറ്റെയിൽസും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നോക്കി വന്നപ്പോൾ നമ്മുടെ ഫ്രാങ്ക് ലാംപാർഡ് നമുക്ക് ഒരു പക്ഷേ ഏറ്റവും അധികം പരിചയമുള്ള പേരാവും. അറ്റ്ലീസ്റ്റ് ചെൽസി ഫാൻസ് അല്ലാത്തവർക്കും കൂടി അറിയണ പേരാണ്. അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. നല്ല രസമാണ് കാണാൻ. ഓഫ് കോഴ്സ് ഏറ്റവും അധികം ഗോൾ അടിച്ചിരിക്കുന്ന പ്ലെയറാണ്, ഐക്കോണിക് പ്ലെയർ. അങ്ങനെ നമ്മൾ സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് സ്റ്റേഡിയം ടൂർ കഴിഞ്ഞ് പുറത്തെത്തി. ഞങ്ങൾ ആക്ച്വലി ലാസ്റ്റ് സ്ലോട്ടായിരുന്നു ടൂറിൻ്റെ അടുത്ത്. അത് കാരണം കുറച്ച് റഷ്ഡായി. കാരണം 5 മണിയാകുമ്പോഴേക്കും എല്ലാം അടയ്ക്കും. 3 മണിക്ക് നമ്മൾ സ്റ്റേഡിയം ടൂർ തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് പിന്നെ മ്യൂസിയം നടത്തി പിടിച്ച് ഓടിക്കണ്ടൊക്കെ വന്നപ്പോഴേക്കും 5 മണി കഴിഞ്ഞു, ഇരുട്ടായി, നമുക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. ബട്ട് ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും ഐക്കോണിക് ആയിട്ടുള്ള ഒരു സ്റ്റേഡിയം കാണാൻ പറ്റി, അത് നിങ്ങളെ കാണിക്കാൻ പറ്റി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം തീർച്ചയായും ഉണ്ട്. ഞങ്ങൾ കാണിക്കുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വീഡിയോന് ഒരു ലൈക്ക് തരിക. പിന്നെ ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസുമായിട്ട് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞങ്ങൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ബ്ലോഗായിട്ട് ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഇടുന്നുണ്ട്. www.wonderscapes365.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽസായിട്ട് വായിക്കാം, പിക്ചേഴ്സ് കാണാം. അപ്പോൾ നിങ്ങൾ അതും ഒന്ന് ചെക്കൗട്ട് ചെയ്യൂ. അപ്പോൾ അതൊക്കെയാണ് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലെ വിശേഷങ്ങൾ. ഇനി വേറെ കാഴ്ചകളായിട്ട് അടുത്ത ആഴ്ച വീണ്ടും വരാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ.